നിരവധി ആളുകളാണ് ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തെപ്പറ്റി പോസ്റ്റുകളിട്ട് എത്തിയത്. അതുപോലെ തന്നെ സെലിബ്രിറ്റികളും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങി എന്നത് സത്യം തന്നെയാണ്. അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിനിടയിൽ തന്നെ പേളി മാണി എന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസറിനും നടിക്കുമൊക്കെ നേരിടേണ്ടി വന്നത് വലിയൊരു സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്നെയാണ്. അവർ വിചാരിക്കുന്ന രീതിയിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റേതായ വഴിയുണ്ട്. സമാധാനം കണ്ടെത്തൂ, പ്രൊട്ടസ്റ്റുകൾ ഇങ്ങനെ വയലൻസിലേക്ക് പോകാതെ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞ് പേളി പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒന്നായി മാറുന്നത് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ വളരെയധികം കൃത്യമായി ചോദിക്കുന്നതും ഈ ഒരു വിഷയത്തെപ്പറ്റി തന്നെയാണ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ ഒരു വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ വളരെയധികം തന്നെ പേളിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പേളിയെയും നിലു ബേബിയെയും നിതാര ബേബിയെ പോലും പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെയും പേളി പോസ്റ്റ് പങ്കുവച്ചുവെങ്കിലും ഡിലീറ്റാക്കി പെട്ടെന്ന് തന്നെ മാറുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് മക്കളെ പറഞ്ഞപ്പോഴാണ് പേളിക്ക് കൂടുതൽ ദേഷ്യത്തിലേക്ക് എത്തിയത്. പേളി ഇങ്ങനെ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം പോസ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ മക്കളെയും കൂടി പറഞ്ഞപ്പോൾ വളരെയധികം ദേഷ്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പേളി മാണി അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇതോടെ തന്നെ ഇത് വലിയ ഒരു വിഷയത്തിലേക്ക് നീങ്ങുകയും പേളിയുടെ കമൻറ്റ് ബോക്സിൽ എല്ലായിടത്തും തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും രൂക്ഷമായ കമൻറ്റുകൾ നടത്തുകയും ചെയ്യുന്നു. പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് ചർച്ച ചെയ്യുകയും വളരെയധികം ഇതിനെക്കുറിച്ചുള്ള വിഷയം പറയുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം പ്രേക്ഷകരുടെ പ്രീതി തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പേളി വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ പേളി ഇങ്ങനെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. പേളിയെ കുറ്റം പറഞ്ഞും പേളിയുടെ മക്കളെ കുറ്റം പറഞ്ഞും എത്തിയവർക്കെതിരെ കടുത്ത രീതിയിൽ തന്നെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പേളി. എന്നാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ് നീണ്ടുപോയത് എന്ന് കണ്ടപ്പോൾ തന്നെ പേളി പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. തൻ്റെ മക്കളെ പറയുകയും ഭീഷണിപ്പെടുത്തുകയും വരെ ചെയ്തതുകൊണ്ടാണ് പേളി ഇത്തരത്തിൽ സംസാരിച്ചത് എന്ന് മനസ്സിലായി. അല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരിക്കലും ഒരു കാര്യങ്ങൾക്കും ട്രിഗർ ആവാത്ത പേളി സംസാരിക്കില്ല എന്ന് തന്നെ ഉറപ്പാണ്. അവരെൻ്റെ മക്കളെ പറഞ്ഞു, അവിടെയാണ് എനിക്ക് പ്രശ്നമായത്. എൻ്റെ മക്കളെ വെച്ച് ഭീഷണിപ്പെടുത്തി, അപ്പോഴാണ് എനിക്കത് സംസാരിക്കേണ്ടി വന്നത്. നിങ്ങൾ തൊടണമെങ്കിൽ അവരുടെ അമ്മയെ തൊട്ടിട്ടേ നിങ്ങൾക്ക് തൊടാൻ സാധിക്കുമെന്ന്. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വിഷമമായത്. പക്ഷേ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനും പീസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഞാനും അത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുകൂടി പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഓരോരുത്തരും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പേളിയോടൊപ്പം നിൽക്കുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.